ഭൂമിയുടെ ശക്തി രൂപത്തിലുള്ള ആവിർഭാവം നാം കാണുന്നത് 9-ാമത്തെ അധ്യായത്തിൽ. എന്താ നോക്കാം നമുക്ക്. ദേവിയുടെ നിമിഷമാത്രം കഴിയുമ്പോൾ ബ്രഹ്മാവ് പതിക്കുമെന്നും അപ്പോൾ പ്രാകൃത പ്രളയം ഉണ്ടാകുമെന്നും അങ്ങ് പറഞ്ഞു. പ്രാകൃത പ്രളയം, പ്രളയത്തിൽ ഈ ഭൂമി കാണാതാവൂലോ. പിന്നെ വിശ്വം മുഴുവനും പരമാത്മാവ് ജയിക്കുകയും ചെയ്യും എന്നങ്ങ് പറയുകയുണ്ടായി. അപ്പോൾ ഈ വിശ്വം എവിടേക്കാണ് പോകുന്നത്? സൃഷ്ടി ഉണ്ടാകുമ്പോൾ കാണപ്പെടുന്നതും എങ്ങനെയാണ്? ഈ ഭൂമി പിന്നീട് എങ്ങനെയാണ് സർവ ഐശ്വര്യ സമ്പന്നയായത്? ഇതൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ശ്രീനാരദ മഹർഷി പറഞ്ഞപ്പോൾ നാരായണൻ പറഞ്ഞു, നാരദ, വിശ്വത്തെ സൃഷ്ടിച്ചതും ദേവിയാണ്. പ്രളയത്തിൽ അത് ജയിക്കുന്നതും ദേവിയിൽ തന്നെയാണ്. മംഗളകരമായ ധരയുടെ ജന്മത്തെപ്പറ്റി ഞാൻ പറയാം. മധുകൈടഭന്മാരുടെ മേധസ് വീണിട്ടാണ് ഭൂമി ഉണ്ടായത്. അതുകൊണ്ടാണ് മേദിനി എന്ന പേര് കിട്ടിയത് ഭൂമി ദേവിക്ക്. എന്നാൽ അത് യുക്തിയല്ല എന്ന് മനസ്സിലാക്കാം. കാരണം വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ വധിച്ചു കൊള്ളാൻ അവർ വിഷ്ണുവിനോട് പറഞ്ഞു. അവർ ഭൂമിയെ കണ്ടിട്ടില്ലെന്നത് ശരിയാണ്. പക്ഷേ ഭൂമി അവിടെ ഉണ്ടായിരുന്നു. അസുരന്മാരുടെ മേധസ് വീണ് മേദിനി എന്നും കൂടി പേര് വന്നത് ശരി തന്നെ. ആ മേധസ് ഉണ്ടല്ലോ, അത് പ്രളയത്തിൽ കാണാതായിരുന്ന ഭൂമിയോട് കലർന്ന് വർദ്ധിച്ചു എന്നതാണ് വാസ്തവം. മേദിനി ആയത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് വേറൊരു തരത്തിലാക്കി പറഞ്ഞു മാത്രം. പണ്ട് ധർമ്മൻ പുഷ്കരത്തിൽ വെച്ച് വേദോക്തമായ വിധം പറഞ്ഞു കേട്ടതുപോലെ ഞാൻ പറഞ്ഞു തരാം. പ്രളയത്തിൽ കുറേ കാലം മുങ്ങിക്കിടന്ന് വിരാട്ടിൽ നിന്ന് മനസ്സുണ്ടായി. ആ മനസ്സ് ആ വിരാട്ടിന്റെ സർവ്വ രോമകൂപങ്ങളിൽ കടന്ന് കുറേ നാൾ കൊണ്ട് ഭൂമിയായി തീർന്നു. ഓരോരോ രോമകൂപത്തിൽ നിന്നും ഓരോരോ ബ്രഹ്മാണ്ടവും ഉണ്ടായി. ആ ബ്രഹ്മാണ്ടം സൃഷ്ടി സമയത്ത് ഉത്ഭവിക്കുകയും പ്രളയകാലത്ത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഓരോ ബ്രഹ്മാണ്ടത്തിലും ദ്വീപുകളും പർവ്വതങ്ങളും 7 സമുദ്രങ്ങളും ഉണ്ട്. മേരുപർവ്വതം, പുണ്യതീർത്ഥങ്ങള്, 14 ലോകങ്ങള് തുടങ്ങിയവ ചേർന്നതാണ് ഈ ബ്രഹ്മാണ്ടം. പ്രളയം വരുമ്പോൾ ബ്രഹ്മാണ്ടം മുഴുവൻ തിരോഭവിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ബ്രഹ്മാവും ആവുകയും ചെയ്യും കേട്ടോ. പ്രാകൃത പ്രളയം കഴിയുന്ന സമയത്ത് പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ സൃഷ്ടിയുടെ തുടക്കത്തിൽ വിരാടിനെ സൃഷ്ടിക്കുന്നു. പിന്നീട് ദിക്പാലന്മാരോടുകൂടി നിത്യങ്ങളായ സ്ഥിതി ലയങ്ങളെയും സൃഷ്ടിക്കുന്നു. ദേവഗന്ധർവന്മാരടക്കം എല്ലാവരും പൂജിക്കുന്ന ദേവിയാണ് ധര എന്ന് വെച്ചാൽ ഭൂമി. വരാഹകൽപ്പത്തിലുള്ള ഭൂമി വരാഹമൂർത്തിയുടെ പത്നിയായിട്ടാണ് പ്രസിദ്ധി ആർജിച്ചത്. ഭൂമിയുടെ മകനായ മംഗളന്റെ പുത്രനാണ് കേട്ടോ വിശ്രുതനായ ഘടേശൻ. മഹർഷേ, നാരദ ചോദിക്കാണ്, മഹർഷേ, വരാഹകൽപ്പത്തിൽ ഭൂമിയെ ദേവന്മാർ പൂജിച്ചത് ഏത് രൂപത്തിലാണ്? പൂജാവിധിയും മംഗളന്റെ ജന്മത്തെ പറ്റിയും പറഞ്ഞു തരാൻ കൃപയുണ്ടാകണേന്ന് ശ്രീനാരദ മഹർഷി ശ്രീനാരായണ മൂർത്തിയോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയണു, ബ്രഹ്മാവിന്റെ അപേക്ഷപ്രകാരം ഭഗവാൻ പന്നിയായി അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിക്കുകയും ആ അസുരൻ പാതാളത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോയ ധരയെ ഉദ്ധരിക്കുകയും ചെയ്ത് വെള്ളത്തിന് മീതെ സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് ബ്രഹ്മാവ് മനോഹരമായ വിശ്വം സൃഷ്ടിച്ചത്. മനസ്സിലായോ വല്ലതും? ഈ വിശ്വത്തിന്റെ സ്വാമിനിയായ ഭൂമിദേവി തന്നിൽ പ്രേമാതുരയാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു സുന്ദരമായ രൂപം ധരിച്ച് ധരയുമായി അനവധി കാലം ക്രീഡാസക്തനായി വിഹരിച്ചു. ദേവിയും ഭഗവാന്റെ ആശ്ലേഷ സുഖത്തിൽ നിർവൃതി നേടി. കാലം കടന്നു പോകുന്നത് അവർ അറിഞ്ഞതേയില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ ഭഗവാൻ വീണ്ടും വരാഹരൂപം ധരിച്ച് ഭൂമിദേവിയെ ദീപങ്ങളും പുഷ്പങ്ങളും ഒക്കെ കൊണ്ട് പൂജിച്ചാരാധിച്ചു. ഭഗവാൻ ധരയോട് പറഞ്ഞു, ദേവി, ദേവന്മാരടക്കം എല്ലാവരാലും പൂജ്യയായി തീരും ദേവി. രജസ്വലയായിരിക്കുന്ന 4 ദിവസങ്ങൾ ഒഴിച്ചാൽ മറ്റെല്ലാ സമയത്തും ദേവിയെ ഗൃഹത്തിലും നദികളിലും കൃഷിസ്ഥലത്തും ഗൃഹപ്രവേശ സമയത്തും ആരാധിക്കും. അങ്ങനെ ആരാധിക്കാതെ മൂഢന്മാർ നരകത്തിൽ പോയിക്കോട്ടെ അല്ലേ? ഭൂമിദേവി പറയണു, ഭഗവൻ അങ്ങയുടെ ആജ്ഞപ്രകാരം വരാഹരൂപത്തിൽ ഞാൻ ഈ വിശ്വത്തെ ധരിച്ചു കൊള്ളാം. എന്നാൽ മുത്ത്, പവിഴം, വൈരം, മാണിക്യം, ശിവലിംഗം, ദേവീബിംബം, വിഷ്ണുബിംബം, യന്ത്രം, ശംഖ്, സാളഗ്രാമ തീർത്ഥം, പ്രദീപം, യജ്ഞോപവീതം, പുസ്തകം, തുളസീതളം, ജപമാല്യം, പുഷ്പമാല, കർപ്പൂരം, ചന്ദനം, സ്വർണം, ഗോരോചനം തുടങ്ങിയവ എനിക്ക് വഹിക്കാൻ പ്രയാസമാണല്ലോ എന്ന് പറഞ്ഞു. കാരണം
ഇത്ര മഹത്തരമായ ഈ സാധനങ്ങള് ഭൂമിയിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് കേട്ടോ അത്. ഇതൊന്നും ഭൂമിയിൽ വെക്കാൻ പാടില്ല. ഇത് ബിംബങ്ങൾ, ദേവിയുടെ ബിംബായാലും വിഷ്ണുവിന്റെ ബിംബായാലും, അതുപോലെ യന്ത്രം എഴുതുന്നില്ലേ അത്, അതുപോലെ ശംഖ്, സാളഗ്രാമം, തോണ്ടൊന്നും ഏതാ നിലവിളക്കൊന്നും അങ്ങനെ വെക്കാൻ പാടില്ല. പുസ്തകം, അതൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. പുസ്തകം ഒന്നും ഇങ്ങനെ നിലത്തിടല്ലേ, എന്നിട്ട് അത് കടന്നു വെക്കല്ലേ, അത് ചവിട്ടിത്തുള്ളല്ലേ എന്നൊക്കെ ഞാൻ ഒരിക്കല് എല്ലാവരോടും പറയുന്നതിന്റെ അന്തസത്ത ഇതാണ്. അപ്പൊ ഭഗവാൻ പറയണു, ഈ പാവന വസ്തുക്കൾ ആരാണോ നിലത്ത് വെക്കുന്നത് അവൻ കാലസൂത്രം എന്ന നരകത്തിൽ പോകേണ്ടി വരും. പോക്കോട്ടെ അല്ലേ, നമുക്കെന്താ, നമ്മള് പറഞ്ഞു കൊടുത്തിട്ട് അനുസരിക്കാതെ ഒരു പോക്കോട്ടെ. ഇത്രയും പറഞ്ഞ് ഭഗവാൻ മൗനം അവലംബിച്ചു. ഈ സമയത്ത് ധരമംഗളനെ പ്രസവിച്ചു. അതിനുശേഷം ഭഗവാന്റെ കൽപ്പന പ്രകാരം എല്ലാവരും ഭൂമിദേവിയെ മന്ത്രങ്ങൾ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും ആരാധിക്കാൻ തുടങ്ങി. അപ്പ ശ്രീനാരദ മഹർഷി ചോദിക്കുന്നു, ഗൂഢമായ ആ മൂലമന്ത്രവും ധ്യാന സ്തോത്രങ്ങളും കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. നാരദ, ഈ ധരിത്രി ആദ്യം പൂജിച്ചത് വരാഹമൂർത്തിയാണ് കേട്ടോ. പിന്നീട് ബ്രഹ്മാവും മുനീശ്വരന്മാരും മനുക്കളും പൂജിച്ചു തുടങ്ങി. ഇതാണ് ആ മന്ത്രം. ഓം ഹ്രീം ശ്രീം ക്ലൈം വസുധായൈ സ്വാഹ എന്ന മന്ത്രം ജപിച്ച് വിഷ്ണു പൂജിച്ചു. പിന്നീട് സ്തുതിച്ചു. വെളുത്ത താമര പൂവിന്റെ നിറമുള്ളവളും ശരത്കാല ചന്ദ്രന്റെ മുഖകാന്തിയുള്ളവളും, എന്താ സൗന്ദര്യം നോക്കിക്കോ, സർവാംഗം ചന്ദ്രന് ലേപനം ചെയ്തവളും രത്നം ധരിച്ചവളും രത്നഗർഭയും രത്നാകരയുമായി അഗ്നിയെപ്പോലെ വിശുദ്ധിയുമായ അവളും അഗ്നിയെപ്പോലെ വിശുദ്ധയായവളുമായ ദേവി തൊഴാം. സുസ്മിതയും എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ, വന്ദിതയുമായ ദേവിയെ ഞാൻ ഭജിക്കുന്നു. ഈ ധ്യാനത്തോടെയാണ് എല്ലാവരും ദേവിയെ പൂജിക്കേണ്ടതും. കണ്വശാഖോക്തമായ സ്തോത്രം കേട്ടാലും, ദേവി ജയിക്ക ജയിക്ക, ജയശീലേ, ജയപ്രഭേ, യജ്ഞവരാഹമൂർത്തി പത്നി, മംഗളസ്വരൂപേ, സർവകാമപ്രദേ, ഞങ്ങളുടെ വാഞ്ചിതങ്ങളൊക്കെ സാധിച്ചു തന്നാലും, സർവസസ്യാലയെ സസ്യാദ്യയെ സസ്യതയെ, കാലമാകുമ്പോൾ സസ്യങ്ങളെ എല്ലാം ഹരിക്കുന്നവളെ, സർവശക്തി സമന്വിതേ, നിഖിലാധാരേ, സർവജ്ഞേ, ഭൂമിപാലപരായണേ, ഭൂപയ മംഗളദായികയെ, ഭൂമി തന്നാലും. ഈ സ്തോത്രം രാവിലെ എന്നിട്ട് ജപിക്കുന്നവന് ശക്തനായ രാജാവായി കോടി ജന്മങ്ങളിൽ ബലവാനായി ജനിക്കൂട്ടോ. ഭൂമി ദാനം ചെയ്താലുള്ള ഫലവും കിട്ടും. ഈ സ്തോത്ര ജപം കൊണ്ട് എല്ലാ പാപങ്ങളും നശിക്കും. 100 അശ്വമേധങ്ങൾ ചെയ്ത ഫലം ലഭിക്കും. ഈ പുണ്യസ്തോത്രം എല്ലാ മംഗളത്തെയും നൽകുകയും ചെയ്യും എന്ന് പറയുന്നു. ഇനി 10ാമത്തെ അധ്യായത്തിൽ എന്താണ് നോക്കാം. അപ്പൊ ഭൂമിയോട് നമ്മൾ ചെയ്യുന്ന അപരാധങ്ങളുണ്ടല്ലോ, ആ ഓരോരോ അപരാധത്തിനും കിട്ടുന്ന ഫലങ്ങളും വർണ്ണിക്കുന്നു. നാരദൻ ചോദിക്കാൻ തുടങ്ങി, നാരായണ മഹർഷി, ഭൂമി ദാനം ചെയ്യുന്നതിന്റെ പുണ്യവും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഭൂമി തട്ടിപ്പറിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തും, ഭൂമി രജസ്വലയാകുമ്പോൾ ഖനനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലവും അതിന്റെ പ്രായശ്ചിത്തങ്ങളും പറഞ്ഞു തന്നാലും എന്ന് പറയുന്നു. ആര് പറയണു? ശ്രീനാരദ മഹർഷി. നാരായണ മഹർഷി പറയണു, നാരദ, ഭാരതത്തിൽ ഒരാൾ ഒരു അടിയെങ്കിലും ഭൂമി ബ്രാഹ്മണന് ദാനം ചെയ്താൽ അവൻ കൈലാസത്തിലെത്തോട്ടോ. ഫലഭൂയിഷ്ടമായ ഭൂമി നൽകിയാൽ അവൻ വിഷ്ണുപദം പ്രാപിക്കും. ഗ്രാമവും ഭൂമിയും ദാനം ചെയ്യുന്നവനും അത് സ്വീകരിക്കുന്നവനും ദേവീ പദം പ്രാപിക്കും. ഭൂമി ദാനം ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കുന്നവൻ മിത്രങ്ങളോടുകൂടി വൈകുണ്ഠത്തിലെത്തും. ഭൂമിയെ തട്ടിയെടുക്കുന്നവൻ കാലസൂത്രം എന്ന നരകത്തിലാണ് പതിക്കാട്ടോ. അവരുടെ പൗത്രാദികളും സന്താനങ്ങളില്ലാതെ ക്ലേശിക്കേണ്ടി വരികയും ചെയ്യും. കന്നുകാലികൾ മേയുന്ന സ്ഥലങ്ങളിൽ കളിക്കുന്നവൻ കുംഭീഭാഗം എന്ന നരകത്തിൽ പോകേണ്ടി വരും. അവർക്ക് മേഞ്ഞിട്ട് വയറ് നിറക്കാൻ സൗകര്യം കൊടുക്കാതെ ആടെ ഇങ്ങനെ കളിക്കാൻ പോയാൽ കുംഭീഭാഗത്തിൽ പോകേണ്ടി വരും. അവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ അത്. തൊഴുത്തും കുളവും നികത്തി കൃഷി ചെയ്യുന്നവൻ അസിപത്ര നരകത്തിലാണ് പതിക്കുക. അന്യന്റെ കുളത്തിൽ അഴുക്ക് നീക്കാതെ സ്നാനം ചെയ്യുന്നവന്റെ സ്നാനം നിഷ്ഫലമാണ്. ഭൂമിയിൽ രഹസ്യമായി രേതസ് വീഴ്ത്തുന്നവൻ പാതലം രൗരവം എന്ന നരകത്തിൽ പതിക്കും. ഭൂമി രജസ്വലയായിരിക്കുമ്പോൾ കൃഷി ചെയ്യുന്നവന് കൃമിദംശം എന്ന നരകം ലഭിക്കും. കൃമിന് തിന്നല്. അന്യന്റെ കുളം സ്വന്തമാക്കുന്നവൻ തപ്തകുണ്ടം എന്ന നരകത്തിൽ പതിക്കും.
അവിടെ കിടന്ന് 14 ഇന്ദ്രന്റെ കാലത്തോളം ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഒരു മുട്ടു സൂചി പോലും മഞ്ഞത് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. അതിനൊക്കെ ചെറുതെങ്കിലും പാപമുണ്ട്, നരകം അനുഭവിക്കണം. അന്യൻ കുഴിച്ച തടാകത്തിൽ അഴുക്ക് നീക്കി വൃത്തിയാക്കുന്നവൻ ഭൂമിയിൽ എത്ര മൺതരിയുണ്ടോ അത്രയും കാലം ബ്രഹ്മലോകത്ത് വസിക്കും. പിണ്ടവിഷയമായ ദ്രവ്യം ഭൂമിയുടെ ഉടമസ്ഥന് നൽകാതെ അച്ഛന്റെ ശ്രാദ്ധമൂട്ടുന്നവൻ നരകത്തിൽ പോകേണ്ടി വരും. വെറും നിലത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്നവൻ 7 ജന്മം അന്ധനായി ജീവിക്കും. കണ്ടില്ലേ, ഇതാണ് പറയുന്നത്. വിളക്ക് നിലത്ത് വെക്കല്ലേ, നിലത്ത് വെക്കല്ലേ എന്ന്. മുത്ത് മാണിക്യം എന്നിവ വെറും നിലത്ത് വെക്കുന്നതൊന്നും നമുക്കില്ല, നമ്മളെ കണ്ടിട്ടും കൂടിയില്ല. അതുകൊണ്ട് അത് പേടിക്കാനില്ല. 7 ജന്മം അന്ധനായി കഴിയേണ്ടി വരും. ശംഖ് നിലത്ത് വെക്കുന്നവൻ കുഷ്ഠരോഗിയായി തീരൂട്ടോ. വീട്ടിൽ ശംഖുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയ നല്ലത്. ശിവലിംഗമോ ശിവപ്രതിമയോ നിലത്ത് വെക്കുന്ന 100 മന്വന്തരം കൃമി ഭക്ഷിച്ച് കഴിയേണ്ടി വരും. യന്ത്രം, പുഷ്പം, തുളസീതളം, സാളഗ്രാമ തീർത്ഥം എന്നിവ നിലത്ത് വെക്കുന്നതിന് നരകവാസം ഉറപ്പാണ്. നമുക്ക് സാളഗ്രാമ തീർത്ഥമൊന്നുമില്ലല്ലോ. തുളസീതളം വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? മനസ്സിലായില്ലേ? ഊണൂലും പുസ്തകവും നിലത്ത് വെക്കുന്നവൻ ഒരിക്കലും ബ്രാഹ്മണനായി തീരുകയില്ല. യത്നം ചെയ്ത ഭൂമി പാലുകൊണ്ട് ശുദ്ധമാക്കാതിരുന്നാൽ അവൻ തപ്തകുണ്ടത്തിൽ നീറി കഴിയേണ്ടി വരും. ഭൂകമ്പം ഉണ്ടാകുമ്പോഴും ഗ്രഹണ സമയത്തും ഭൂമി കിളക്കുന്നവൻ അടുത്ത ജന്മത്തിൽ അംഗഹീനനായി ജനിക്കും. ജീവജാലങ്ങൾക്കെല്ലാം ഭവനമായിരിക്കുന്നത് കൊണ്ടും ഭൂമി എന്നും സ്ഥിരമായിരിക്കുന്നത് കൊണ്ടും അചല എന്നും കശ്യപന്റേതാകയാൽ കശ്യപി എന്നും ഭൂമിയെ വിളിക്കുന്നു. അനന്തത കൊണ്ട് അനന്ത എന്നും, വിശ്വത്തെ ധരിക്കുന്നത് കൊണ്ട് വിശ്വംഭര എന്നും ഭൂമിയെ വിളിക്കുന്നു. പൃഥുവിന്റെ പുത്രിയും വിസ്തൃതയുമായത് കൊണ്ട് പൃഥിവി എന്നും ഭൂമിക്ക് നാമം വന്നു ചേർന്നു. ശ്രീനാരദ മഹർഷി ഇതൊക്കെ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഇനി എന്താണ് അറിയേണ്ടതെന്ന് അത് നമുക്ക് നാളെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അദ്ദേഹം പറയുമ്പോൾ നമുക്ക് കേൾക്കാലോ. അദ്ദേഹം നാളെ ഭൂമിയോട് ചെയ്യുന്ന അപരാധങ്ങളും ഫലങ്ങളും നമ്മൾ പറഞ്ഞു. നാളെന്താ പറയേണ്ടത്? ഗംഗയുടെ ഉൽപ്പത്തിയെ കുറിച്ചാണ് നാളെ ശ്രീനാരായണ മഹർഷി ശ്രീനാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് നാളെ കേൾക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.